മനോരമയുടെ യു.ഡി.എഫിന് വേണ്ടിയുള്ള കച്ചവട സർവേക്കപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അഭിപ്രായം എന്താണെന്നറിയോ? എപ്പോഴാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിയുന്നത്? അതൊരു ലൈവ് ഷോയ്ക്കിടയിൽ ഒരാളോട് ചോദിക്കുമ്പോൾ പറയുന്ന പ്രതികരണം. അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളെ കാണിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് റിപ്പോർട്ടർ വാർത്താ സംഘത്തിന്റെ മോർണിംഗ് ഷോ ഇന്ന് അവിടെയായിരുന്നു. ആ തേക്കിൻകാട് മൈതാനത്ത് നടന്നു പോകുന്ന സന്ദർഭത്തിൽ പത്രം വായിക്കുന്ന സാധാരണക്കാരായ രണ്ട് മനുഷ്യർ, ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഡോക്ടർ അരുൺകുമാർ ചെല്ലുകയാണ്. അതിനുശേഷം അവരുടെ കാര്യങ്ങളും പത്രവിശേഷങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആരധികാരത്തിൽ വരണമെന്നുള്ളതാണ് ആ വ്യക്തി, ഒരു പന്തൽ ജോലിക്ക് പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞ പ്രതികരണം നിങ്ങളൊന്ന് കേട്ടെ. ഇത് വാർത്തയൊക്കെ വായിച്ചിട്ട് എന്ത് തോന്നി? തൃശ്ശൂരിൽ എന്താ അവസ്ഥ? നോക്കിയില്ല. തൃശ്ശൂരിൽ ഇപ്പൊ ആരാ ജയിക്കുക? മൊത്തം സർക്കാർ മാറണോ മാറണ്ടേ? എന്താ പൊതുവേ ഇങ്ങനെ ഒരു അഭിപ്രായം? മാറണ്ടെന്ന് എന്റെ അഭിപ്രായം. എന്താ മാറണ്ടെന്ന് പറയാൻ? മാറണ്ടെന്ന് പറയാൻ കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ മാറി വന്നാല് തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയില്ല. ചേട്ടൻ അതിന് പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ. പാർട്ടി മെമ്പറൊന്നല്ല, ഞാൻ പറയണതാണ്. എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് ഒരു 2-3 പീരീഡ് കിട്ടിയാൽ മാത്രമേ അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു തുടർച്ച വേണമെന്നാണ്. തുടർച്ച വേണം തന്നെ ഞാൻ എന്റെ അഭിപ്രായം. ആണോ? പക്ഷെ മറ്റവര് പറയുന്നത് അങ്ങനല്ല. യു.ഡി.എഫ് വരട്ടെ, ഒരു തവണ നമുക്ക് നോക്കാം എന്നാണ്. 2 തവണ ആയില്ലേ? വന്നിട്ട് എന്താ കാര്യം? ഓക്കെ, രാവിലെ ചായ കുടിച്ചോ? ചായ കുടിച്ചോ. ഓക്കെ, നമസ്കാരം ചേട്ടാ. രാവിലെ പന്തൽമണിയാണോ ചേട്ടനും? ആണോ? രണ്ടുപേരും ഒരുമിച്ചാണോ? ഒരു സംഘത്തിലാണോ? ഇതേ അഭിപ്രായം തന്നെയാണോ ചേട്ടനുള്ളത്? സർക്കാർ മാറണ്ടെന്നാണ്. മാറണ്ട. എന്താണ് അന്ന് അങ്ങനൊരു കാര്യം? എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഇവിടെ ഇഷ്ടംപോലെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇരുന്ന സർക്കാരുകൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിമാനത്താവളം കൊണ്ടുവന്നത്, മെട്രോ റെയിൽവേ കൊണ്ടുവന്നത്. 10 വർഷത്തിന് മുന്നേ അങ്ങ് തലപ്പാടി മുതൽ പാറശാല വരെ ഒരു റഫ് ബുക്കൊക്കെ എടുക്കുക, എന്നിട്ട് വാഹനത്തിൽ സഞ്ചരിക്കുക. അവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തുള്ളതും നാടിന് ചെയ്തുള്ളതും നാട്ടുകാർക്ക് ചെയ്തുള്ളതും അത് ഓരോ മണ്ഡലത്തിലായാലും പഞ്ചായത്തിലായാലും അന്വേഷിക്കുക ഈ 10 വർഷം കൊണ്ട്. എന്നിട്ട് വേണം സർക്കാരിന് വിലയിരുത്താനായിട്ട്. അങ്ങനെ തന്നെയാണ്. അത് തന്നെ. ഓക്കെ, അപ്പം മാറണ്ടെന്നാണ്. മാറണ്ട. ഓക്കെ, കേട്ടോ, PR സർവേകൾക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങളും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഈ ഭരണത്തിന്റെ നേട്ടം എന്തെന്നതിന്റെ അനുഭവസ്ഥരാണ്. അങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെ സർക്കാരിന്റെ കരുതൽ എത്തിപ്പെടുന്ന മനുഷ്യർ സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിലും തുടർച്ച ഉണ്ടാകേണ്ടത്